ഹലോ ഹായ് നമസ്കാരം. ആദൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വലിയൊരു സുഖമൊന്നുമില്ലാത്ത ദിവസമാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ട് ആയിരിക്കുന്നോ? ഇപ്പം ഞാനിപ്പോൾ ഈ രാത്രി ഒരു 11 മണിയായപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദുമോനും വയ്യാന്നും പറഞ്ഞ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചു കേട്ടോ, കുഞ്ഞിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച്. അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദുമോന് ഇന്നലെ രാത്രി തൊട്ട് ചെറുതായിട്ട് തലയ്ക്കൊരു ചൂടുണ്ടായിരുന്നു. തലയ്ക്ക് അത് രാത്രി ആയപ്പോഴത്തേക്കും നല്ല ചൂടായി. അപ്പോൾ അവന് പാരസെറ്റമോൾ കൊടുത്തു, പിന്നെ എബ്രുസാൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് കൊടുത്തു. അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ പേര്. അത് കൊടുത്തു. രാവിലെ എണീറ്റിരുന്നാണ് നേരം വിളിപ്പിച്ചതൊക്കെ. അത് കഴിഞ്ഞപ്പം അതുകൂട്ടിക്ക് പനി വിട്ടു കേട്ടോ. പനി വിട്ട് നേരം വെളുത്തേക്കും പിന്നെ വിചാരിച്ചു ചുമ്മാ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ പനിച്ചപ്പോൾ ഒന്ന് പോയി. പിന്നെ പനിച്ചപ്പോൾ പോയി ഈ ഹസ്ബൻഡ് ഞാനും കൂടി പോയി കുഞ്ഞിന് മരുന്നൊക്കെ വാങ്ങി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഒരു മോൻ ഞാനല്ലാതെ വേറെ ഒരാൾ എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ പനി വന്നാൽ അങ്ങനെയാണ്, ഒന്നെങ്കിൽ അവൻ്റെ ചേച്ചി അല്ലെങ്കിൽ ഞാൻ. അപ്പോൾ ചേച്ചി സ്കൂളിൽ പോയപ്പോൾ പിന്നെ ഫുള്ളായി ഞാൻ. അപ്പം ഞാൻ ഒരു വെള്ളം പോലും ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഇന്ന് കേട്ടോ. കാരണം ഇത് നാളെ ആയിരിക്കുമല്ലേ വരുന്നത്. അപ്പോൾ ഇന്നൊരു വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇച്ചിരി കഞ്ഞി കുടിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ 3 കുറയുമായിരിക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും 4:15 മോന് നല്ല പനി. മോനെയും കൊണ്ട് ഞാനും മോൻ സ്കൂളിൽ വിട്ട് വന്നു. അവനെയും കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചെന്ന് കഴിഞ്ഞപ്പം 103 ഡിഗ്രി പനിയുണ്ട് കുഞ്ഞിന്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഫിറ്റ്സ് വന്നോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല, ഫിറ്റ്സ് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തോ ഭാഗ്യത്തിനാട്ടോ ചേച്ചി കുഞ്ഞിന് ഫിറ്റ്സ് വരാതിരുന്നത്, നല്ല പൊള്ളുന്ന പനിയാന്ന് പറഞ്ഞു. പനി നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ കാലും കൈയൊക്കെ അവിടെ നിന്ന് തന്നെ എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. കാരണം ഫിറ്റ്സ് വന്നിട്ട് ഇങ്ങനെ ഒന്നാമത് ഈ ഒരു പ്രാവശ്യം ഫിറ്റ്സ് വന്നിട്ടാണ് അതും ഇങ്ങനെ ആയേക്കുന്നത്. അതിൻ്റെ കൂടെ ഇനിയും കൂടി വന്നാലുള്ള അവസ്ഥ എനിക്ക് അവിടെ നിന്ന് തന്നെ എൻ്റെ കാലും കൈയും തളർന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരു സപ്പോസിറ്റർ വെച്ചിട്ട് പോകും ഇപ്പോൾ പനി പോകാൻ വേണ്ടിയിട്ട്. മോനത് വെച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അവിടെ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾക്കൊരു ബെഡൊക്കെ തന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഒരു ബെഡ് തന്നു. അപ്പോൾ നമുക്കായിട്ട് കുഞ്ഞുള്ളതുകൊണ്ട് നമുക്കൊരു ബെഡ് തന്നു. അതിലും മുക്കി തുടയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ടും ആദൂട്ടിക്ക് പനി കുറയുന്നില്ല കേട്ടോ. അവിടെ കുഞ്ഞാണ് എണീറ്റേ നോക്കിയതാണ്. അതുപോലെ പനി കുറയുന്നില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ 102 അതേപോലെ നിൽക്കുക. പിന്നെ മെഫ്താലിൻ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്തു. മെഫ്താലിൻ കൊടുത്തു കഴിഞ്ഞപ്പോഴും ആദൂട്ടിക്ക് പനിക്ക് ചെറുതായിട്ടൊരു കുറവേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് മുക്കി തുടച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ. അന്നേരം 4:45 പോയപ്പം 7 മണിയായിട്ടോ. നോക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ വിടിയല്ല. കുഞ്ഞാണെങ്കിൽ കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ കേട്ടോ. ഇവൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പിന്നെയും വന്ന് കുറയാതെ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മോന് ബ്ലഡൊക്കെ നോർമലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവനൊന്ന് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് ഛർദ്ദിച്ചായിരുന്നു കേട്ടോ. ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് മോൻ്റെ വായിൽ മൊത്തം കുരുവാണ്. തൊണ്ടയിലും മൊത്തം കുരു. അത് എനിക്ക് തന്നെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് സങ്കടം വന്നു പോയി. കുരു മൊത്തം പഴുത്തിരിക്കുക. അപ്പം അതെന്തോ ഒരു അലർജി വൈറൽ പനി പോലെ വന്നാണ്. പിന്നെ തെറാപ്പി ചെയ്യുന്നിടത്ത് ഞങ്ങളുടെ അപ്പൂക്കൂട്ടനും പനിയാട്ടോ. അപ്പൂസിനും പനിയാണ്. അപ്പൂസിനും വായൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെയുണ്ട്. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭയങ്കര വിഷമമായിപ്പോയി. അത് കഴിഞ്ഞ് റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചി റിസൾട്ടിൽ നോർമലാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരു 8:30-9 മണിയാകുമ്പോൾ പോയാൽ മതി ചേച്ചി, പോകണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 9 മണി വരെ അവിടെ ഞങ്ങളിരുന്ന് മുക്കിയൊക്കെ തുടച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ മോന് 98.7 ആയിട്ടോ. പിന്നെ ഇവിടെ വന്ന് മോൻ്റെ ഫുഡും കൊടുത്ത്, ഫുഡെന്ന് പറഞ്ഞാൽ മോൻ രണ്ട് ബ്രെഡ് തിന്നു കേട്ടോ. ബ്രെഡും തിന്ന് മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്ന് നിർത്തണം വീഡിയോ, അല്ലെങ്കിൽ സൗണ്ട് ഇതിലേക്ക് വരും. മോന് ബ്രെഡ് കൊടുത്തു. കുഞ്ഞാവ ബ്രെഡ് കഴിച്ചു. പിന്നെ ന്യൂറോ മെഡിസിൻ കുറേ ഉണ്ട്, ന്യൂറോ മെഡിസിനും കൊടുത്തു.
അപ്പം അങ്ങനെ ആദൂട്ടി സുഖമായിട്ട് ഉറങ്ങുവാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ പേടിച്ചു പോയില്ല. ആദു എന്നെ ഒന്ന് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആദു ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കണ്ണൊക്കെ ഒന്ന് മിഴിഞ്ഞു പോയി. അപ്പം നമ്മുടെ ലാബിൽ നമുക്കൊരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ, സജിത എന്ന് പറഞ്ഞാൽ. സജിത പറഞ്ഞ ചേച്ചി സാരില്ല വാവേ എന്നൊക്കെ വിളിച്ച് അവളും തട്ടുമൊക്കെ ചെയ്തു. പക്ഷേ അത് ശരിക്കും ഒന്ന് ഞെട്ടിപ്പിച്ച് കളഞ്ഞു, കണ്ണൊക്കെ ഒന്ന് വീഴ്ച പോയപ്പോൾ. പിന്നെ കഴിഞ്ഞ വർഷം ഇതേ സമയത്താട്ടോ ആദ്യമായിട്ട് ICUലായത്. ആ പേടി എനിക്കുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് ഇന്ന് എന്താ പറയണ്ടേ, എല്ലാവരും ഒത്തിരി സന്തോഷമായിട്ട്. കാരണം നമ്മളിപ്പം ഈ ഒരു 4-5 പേരുടെ ഉള്ളിൽ ഒതുങ്ങിയിരുന്ന ആദൂട്ടീനെ ഇപ്പോൾ ഒരു 10,000-3000 പേര് അറിയുന്നുണ്ട്. ആദൂട്ടീൻ്റെ വിശേഷം അന്വേഷിക്കുന്നുണ്ട്. ആദൂട്ടിക്ക് വിഷമവും വന്നാലും അസുഖം വന്നാലും അവർ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ അന്വേഷിക്കാൻ ഒത്തിരി പേരായില്ലേ. അപ്പോൾ അതാട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ആദൂട്ടി സുഖമായിട്ടിരിക്കുന്നു. അതും ഇനിയിപ്പം കുറയുന്നോടം വരെ 2 ദിവസത്തേക്ക് ചിലപ്പോൾ അത് വീഡിയോയിലൊന്നും കാണിയല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി അതുവിന് വീഡിയോയിലൊക്കെ കൊണ്ടുവരുള്ളൂ. അപ്പം ഇന്നത്തെ ഇങ്ങനെ ഒരു സങ്കടം നിറഞ്ഞൊരു ദിവസമായിപ്പോയി. വേറെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എല്ലാവരും ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അതുവിൻ്റെ വിശേഷമല്ലേ നിങ്ങളെ ആദ്യം അറിയിക്കണ്ടേ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ ആദൂട്ടിക്ക് വേണ്ടിയിട്ട്. ആദൂട്ടിക്ക് പെട്ടെന്ന് മാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ. അതല്ലേ എല്ലാവരും കൊണ്ടും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ടാറ്റ ബൈ.